ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ദം ബിരിയാണി റെസിപ്പി ആയിട്ടാട്ടോ. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചേക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മച്ചി സ്പെഷ്യൽ ആയിട്ട് പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് അധികമാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി മച്ചി ചതച്ച് വെച്ച് തന്നെയാണ്. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യും. ഫുഡ് കളർ ഓപ്ഷണൽ ആട്ടോ, വേണ്ടവർക്ക് ആഡ് ചെയ്യുക. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്യണത്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചിക്കൻ. ഗായ്സ്, ഇനി മിക്സ് ആക്കല്ല കേട്ടോ, കോൺഫ്ലവറും കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്യണം. നമ്മുടെ ചിക്കൻ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിരുമ്പി പിടിച്ചെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായി ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, ഒരു 15 മിനിറ്റ്സ്. എന്നിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് എള്ളും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നിട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ ഓരോരോ പീസ് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ നോമ്പിന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ വിടണം കേട്ടോ. ഞങ്ങൾക്കിന്ന് ചിക്കൻ ബിരിയാണിയാണ്. എല്ലാതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി ഇങ്ങനെ മറിച്ചിടുന്നുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ആയിക്കണം കേട്ടോ. അപ്പം നമ്മൾ കോരിയിട്ട് ഒരു ബേസൻക്ക് ഇടുന്നുണ്ട്. ആ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കന് പൊരിച്ചെടുത്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ചധികം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിയുടെ ഹൈലൈറ്റ് ആണ് ഉള്ളി. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഞങ്ങൾ ആ ചട്ടി ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ചെമ്പക്കാക്കിയേക്കണം കേട്ടോ. കാരണം ഇറച്ചിയൊക്കെ ഇതിലേക്ക് ഇടാനുള്ളതാണ്. നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വഴറ്റിയതിലേക്ക് ആദ്യം തന്നെ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഗരം മസാല പറഞ്ഞ ഉമ്മച്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ബിരിയാണി മസാല കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാനുള്ളതാണ്. പിന്നെ ഉള്ളി വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാലയ്ക്ക് നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിക്കണം കേട്ടോ. അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇവിടെ വെച്ചിക്കണം. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇവിടെ മസാലയൊക്കെ ഇവിടെ അടച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത് കിസ്മിസ് ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മറ്റേ ഇവിടെ ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇങ്ങനെ കോരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ വറുത്തിട്ട് ഇത് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ബിരിയാണിയിൽ ഇട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ 3 ഐറ്റംസുകളും. ഉള്ളിയും കൂടിയും വറുത്ത് കോരി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും പിന്നെ ചില്ലീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും വറുത്ത് കോരി വെച്ചതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏലക്ക ഉണ്ട്, പിന്നെ നമ്മുടെ കുരുമുളക്, പിന്നെ പട്ട, പിന്നെ പത്രിക്ക, പിന്നെ സ്റ്റാർ, ബേ ലീഫ്, പിന്നെ വലിയ ജീരകം, പിന്നെ ഗ്രാമ്പു. ഇങ്ങനെ ഒരു ബൗൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓൾ സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്റ് ആട്ടോ. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ കാരണം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇഫ്താർ നോമ്പ് തുറ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി ഉണ്ടാക്കാറുള്ളതാണ്. അപ്പം എൻ്റെ അമ്മായിയും മാമനും പിന്നെ എളാപ്പി അളാമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത്ര ഐറ്റംസുകൾ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് വെല്ലുള്ളിയും ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊട്ടിക്കൊണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റും എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ 6 ഗ്ലാസ് അരിയാണ് എടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് വെള്ളം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 ലെമൺ സ്ക്വീസ് ചെയ്തതിൻ്റെ വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോൾട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് നന്നായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ജീരകശാല റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മുടെ ചോറ് ദമ്മിടാനായി തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോറ് ദമ്മിടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാല എടുത്തിട്ട് ചോറിൻ്റെ മീതക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീതക്കൂടെ അല്ല, സൈഡിൽ കൂടെ കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിടുന്നുണ്ട് കേട്ടോ. എല്ലാതും വറുത്ത് വെച്ച ഐറ്റംസും ഇതിൻ്റെ മുകളിൽ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഈ ചോറിൻ്റെ ഇതൊന്ന് ലെവലാക്കി കൊടുത്തിട്ടാണ് അത് ആഡ് ചെയ്യണത്. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണി. പൊള്ളി ബിരിയാണി നല്ല രസം ഉണ്ടാവാറ്.
നല്ല മസാലയൊക്കെ ആയിട്ട് അടിപൊളിയുണ്ടാവും. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ അത്. നമ്മൾ ഇങ്ങനത്തെ ഒരു വേണ്ടാത്ത ചട്ടി വെച്ചിട്ടാട്ടോ ദമ്മിടാറ്, അല്ലെങ്കിൽ അടി പൊടിക്കൂട്ടോ. ഇപ്പം നമ്മളെ ബിരിയാണി ഇവിടെ ദമ്മിടാൻ വെച്ചേക്കണു. ഞങ്ങളിങ്ങനെ വലിയൊരു പ്ലേറ്റ് ആട്ടോ ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിക്കണം. ഇത് ഞങ്ങൾ മന്തിയൊക്കെ തിന്നാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ വലിയൊരു പ്ലേറ്റ് കിട്ടാറുണ്ട്. അതാട്ടോ ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിക്കണം. ഇനി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് വിളമ്പുമ്പോഴൊക്കെ കാണാട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക. നമുക്ക് ടേസ്റ്റ് ചെയ്യണതും നോമ്പ് തുറക്കണതൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഗൈസ് ഇന്ന് നോമ്പ് തുറക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ മുസംബി ജ്യൂസ് ഉണ്ട്, പിന്നെ ആപ്പിളും മുസംബി ഉണ്ട്, പിന്നെ ഇത് കസ്കസൊക്കെ ഇട്ടിട്ട് പിസ്തയുടെ ഒരു എസൻസ് ഒക്കെ ആയിട്ടുള്ളൊരു ജ്യൂസാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജി ഉണ്ട്, പിന്നെ പൊക്കവട ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ മുട്ട ബജി ഉണ്ട്. ഇവിടെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഫ്രൂട്ടി ഉണ്ട്. പിന്നെ ഇവിടെ സംസം വെള്ളം ഉണ്ട് കേട്ടോ. അതിൽ ഇതൊക്കെ ഈ കട്ട്ലേറ്റ് വെച്ചുണ്ടാക്കിയാണ്, ബാക്കിയൊക്കെ പുറത്തുനിന്ന് മേടിച്ചാട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയത് സമൂസ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഗൈസ് നമ്മുടെ കുഞ്ഞിക്കോതപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഇപ്പോൾ ഇരിക്കാട്ടോ. ഒരു മൂഡ് അത്രക്ക് നല്ലതൊന്നല്ല. ഗൈസ് ഇതിൻ്റെ കസിനാണ്, ഇതിൻ്റെ ഫിൽസ് കുട്ടിയാണ് കേട്ടോ. ഗൈസ് സംസം വെള്ളം ഉണ്ട്, പിന്നെ നമ്മുടെ പിസ്ത വെള്ളം ഉണ്ട്, പിന്നെ നമ്മുടെ മുസംബി ജ്യൂസ് ഉണ്ട്. അപ്പൊ ഗൈസ് ബാങ്ക് എടുക്കണ്ട, നമുക്ക് ആദ്യം ഈത്തപ്പഴം എടുത്ത് തിന്നാം. ഗൈസ് മുസംബി ജ്യൂസ് അടിച്ചേക്കണം. പിന്നെ കുറച്ചും കൂടി ഇത് എടുക്കാം. വെള്ളം നമുക്ക് സമൂസ നോക്കാം. നല്ല ക്രിസ്പി ആക്കണം കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ അപ്പ ഉച്ചയോടെ നോമ്പാറുന്നോണ്ട് ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊരു ബോണ്ട് എടുത്ത് നോക്കാം. നോമ്പറന്നപ്പോഴപ്പോൾ ഒരു സമാധാനം ഗൈസ്. ഗൈസ് അപ്പൊ നമുക്ക് ഇനി നിസ്കരിച്ചിട്ടൊക്കെ കാണാട്ടോ. ഗൈസ് നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ വന്നിക്കൂടും. അപ്പൊ നമ്മുടെ ദമ്മ് പൊട്ടിക്കാട്ടോ. വാവ് ഗൈസ് നല്ല സ്മെല്ല് കേൾക്കാണ്ട് അടിപൊളി ആയിക്കും കേട്ടോ. നല്ല മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഗൈസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ബിരിയാണി. അടിപൊളിയാക്കുന്നു. കുറച്ച് സാലഡും വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കാം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും. ബൈ ബൈ.